ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കോയമ്പത്തൂരിലെ ആദ്യോഗി സ്റ്റാറ്റ്യൂ കാണാനാണ്. ഇതിലാരാ നന്നായി ആക്ട് ചെയ്തതെന്ന് കമൻറ്റ് ബിലോ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 8 മണിയായപ്പോൾ എറണാകുളം എത്തി. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വിനേഷ് ഏരി എറണാകുളത്ത് നിന്ന് 9 ബാംഗ്ലൂർ എക്സ്പ്രസ്സും പിടിച്ച് നമ്മൾ കോയമ്പത്തൂരേക്ക് പോകുന്ന ചെറിയ മഴ പെയ്ത് ആദ്യം. അപ്പം ഞങ്ങളൊന്ന് പേടിച്ചു, കാരണം ആദ്യോഗി സ്റ്റാറ്റ്യൂ അവിടെ ഒത്തിരി മഴ പെയ്താൽ ലൈറ്റ് ഷോ നടത്തില്ല എന്ന് കേട്ടിട്ടുണ്ട്. പട്ടാപ്പങ്ങനെ ഈ റൂട്ട് പോകാൻ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഈ പ്രകൃതി ഭംഗി തന്നെ. പാലക്കാട് ടു കോയമ്പത്തൂർ ട്രെയിൻ റൂട്ട് ഒത്തിരി വീഡിയോസ് കണ്ട് ബക്കറ്റ് ലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അന്താരാഷ്ട്ര ചർച്ചകളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കോയമ്പത്തൂരെത്തി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഗാന്ധിപുരം, റൈറ്റിലേക്ക് ഇഷ. ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഗാന്ധിപുരം പോയിട്ട് ബസ് കയറാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിന്ന് കഴിഞ്ഞാൽ ഗാന്ധിപുരത്ത് നിന്ന് വരുന്ന ബസ് ഈ റൂട്ട് തന്നെ വന്നിട്ട് നമുക്ക് കയറാം. ഏർലി മോർണിംഗ് ഒക്കെ എത്തുവാണെങ്കിൽ ഇവിടെ തന്നെ കയറുമ്പം ബസ്സിൽ അത്യാവശ്യം സീറ്റൊക്കെ ചിലപ്പം കിട്ടിക്കാണും. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയം നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിൽ. നമ്മൾ ഒത്തിരി സമയം കാത്തു നിന്നിട്ട് ഒരു 3 മണിയായപ്പോൾ ഒരു ബസ്സാണ്. പൊതുവെ ചോദിക്കുമ്പോൾ 14D ബസ് കയറിയാൽ മതി എന്ന് എല്ലാവരും. പിന്നെ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ 14C, D, ഇത് 3 ഓക്കെയാണ്. എന്നിട്ട് നമുക്ക് അങ്ങനെ 14C ബസ്സാണ് കിട്ടുക. ബസ് ടൈമിങ്ങിന്റെ ക്ലിപ്പ് ഞാൻ വ്ലോഗിന്റെ എൻഡിലോട്ട് കൊടുക്കും. ഗാന്ധിപുരം പോയി കയറിയവരെയും നമ്മൾ ആ ബസ് കണ്ട്. പക്ഷെ അതിൽ കുറച്ച് പേർക്ക് സീറ്റ് കിട്ടി. പിന്നെ ഒരാൾക്ക് റെയിൽവേ സ്റ്റേഷൻ ടു ഇഷ ബസ് ടിക്കറ്റ് വരുന്നത് 40 രൂപ. ഓട്ടോക്കാരൊക്കെ നല്ല കത്തി റേറ്റാണ്. പിന്നെ അവിടെ ഊബറിന് പകരം ഒരു റെഡ് ടാക്സി എന്ന് പറഞ്ഞിട്ട് സാധനമാണ് കണ്ടത്. അതിലൊരു 700-800 റേഞ്ച് ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് സാറ്റർഡേ ഞങ്ങൾ വന്ന ബസ്. പിന്നെ അവിടെ കഴിക്കാനും കുടിക്കാനും ചെറിയ സ്നാക്സ്, ജ്യൂസ് ഒക്കെ കിട്ടുന്ന കടയൊക്കെ ഉണ്ട്. പിന്നെ 2 സാധനമാണ് കാണാനുള്ളൂ. ഒന്ന് യോഗ സെന്റർ, ഒന്ന് ആദ്യോഗി സ്റ്റാറ്റ്യൂ. നമ്മളിപ്പോൾ ഒരു 40 മിനിറ്റ് അവരോടുള്ള ബസ് യാത്ര കഴിഞ്ഞ് ആദ്യോഗിയുടെ അവിടെ എത്തി. ബാക്കിൽ നമ്മുടെ ശിവ സ്റ്റാച്യു ഉണ്ട്, ഇവിടെ ധ്യാനലിംഗം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ പോയിട്ട് ആ ധ്യാനലിംഗത്തിൻ്റെ പരിപാടി കണ്ടിട്ട് പിന്നീട് ഇവിടെ വന്ന് 7 മണിയാകുമ്പോൾ കറക്റ്റ് നമുക്ക് ഒരു ലൈറ്റ് ഷോ എക്സിറ്റ് ചെയ്ത് കിട്ടും. മൊത്തത്തിൽ ആംബിയൻസ് കൊള്ളാം. ബാക്കി നമ്മൾ കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. നോക്കാം എങ്ങനെ പോകുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ യോഗ സെൻ്ററാണ്. ഗൈസ്, ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. നമ്മൾ മൊബൈലും കാര്യങ്ങളൊക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. നമ്മൾ ഇതിനകത്ത് റൂം എടുക്കുവാണെങ്കിൽ നമുക്ക് ബാഗും ഫോണൊക്കെ കൊണ്ടുപോകാം. അല്ലെങ്കിൽ നമുക്കിതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളിതൊക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. ആൻഡ് 8:45 അതെടുക്കണം. അതിനകത്ത് യോഗ, പിന്നെ മറ്റേ റൂം എടുത്ത് വന്നിട്ട് മെഡിറ്റേഷൻ, യോഗക്ക് പോകുന്നവർ, പിന്നെ ചെറിയൊരു അമ്പലം. എവിടെയാണ് അവർ? നല്ല ആർക്കിടെക്റ്റ്, പിന്നെ മൈലേജ് എല്ലാം കണ്ടു നമ്മള്. എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ. വലിയ ലഗേജ് ബാഗ് അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യണം. കുഞ്ഞ് സ്ലിംഗ് ബാഗ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണ്ട. ചുവന്ന സ്റ്റിക്കർ ആയിരുന്ന ബാഗ് ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. നീല സ്റ്റിക്കർ ആയിരുന്ന ബാഗ് ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ കൊണ്ടുപോകും. ഇപ്പോൾ നേരെ 8 to 7 PM ലൈറ്റ് ഷോ ആദ്യം. സ്റ്റാറ്റ്യൂ കാണുമ്പോൾ ടിക്കറ്റ് എടുത്ത് കയറാവുന്ന കാർഡ് സർവീസ്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഇച്ചിരി നടക്കാനേ ഉള്ളൂ. ഞങ്ങൾ അതുകൊണ്ട് നടക്കുക ചെയ്ത്. വലിയ ദൂരമൊന്നുമില്ല. നല്ല പ്രകൃതി ഭംഗി കണ്ടുകൊണ്ട് നടക്കാം. ഇതിനകത്തും കുഞ്ഞു ഷോ. നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുമ്പോൾ ശിവന്റെ തലേന്റെ ബാക്ക് കാണുന്നത്. ഗൈസ്, കിട്ടില്ല വ്യൂ. പക്ഷെ നൈറ്റ് ആയതുകൊണ്ടും ക്യാമറയിൽ എത്ര കിട്ടുന്നൊന്നും അറിയില്ല. ഒരു 4 മണി കഴിഞ്ഞിട്ട് എത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. മുന്നിൽ ഇരിക്കാനൊന്നും നമുക്ക് സ്ഥലം കിട്ടിയില്ല. കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ വന്നാൽ നന്നായിരിക്കും. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ലേസർ ഷോന്റെ ചെറിയൊരു ക്ലിപ്പ് മാത്രം ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇടയായിട്ട് ഒരു 15 മിനിറ്റ്സ് ലൈറ്റ് ഷോ. ലൈറ്റ് ഷോ കഴിയുമ്പോഴും നമുക്ക് ഇതിനകത്ത് കയറാൻ സമ്മതിക്കും. ലൈറ്റ് ഷോ തുടങ്ങുന്നതിന് ഇച്ചിരി മുന്നേ എല്ലാവരും ഇറക്കും തോന്നുന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കും ആരും ഇതിനകത്തുണ്ടായില്ല. 7:30 ആയപ്പം ലൈറ്റ് ഷോ അത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് എല്ലാവരും കയറാൻ സമ്മതിച്ച്. നല്ല ക്രൗഡുണ്ട്. നമ്മളിനി ലാസ്റ്റ് ബസ് 9:30 എന്നാണ് പറഞ്ഞത്. നമ്മളിനി പോകാനുള്ള പ്ലാനില്ല. അല്ലേ അമ്മേ? നല്ല വിശപ്പെല്ലുണ്ട്. പോകുന്ന വഴിക്ക് കണ്ട കടയിൽ നിന്നെല്ലാം നല്ലതും കിട്ടുമെന്ന് അറിയില്ല. കട ഇപ്പോഴും ഓപ്പൺ ആയിട്ട് ഉണ്ടാവുകയെന്നൊന്നും അറിയില്ല. നമ്മൾ പോകാൻ നോക്കുക. ഇവിടെ ഒത്തിരി പേര് ഇരുന്നിട്ടൊക്കെയുണ്ട്. ഗൈസ്, ഈ കാണുന്നത് പോകാനുള്ള വണ്ടീൻ്റെ ക്യൂ ആ. പ്രൈവറ്റ് വണ്ടീസ് വന്നതിൻ്റെ ക്യൂ ആ. ഒരു ബസ് വന്നപ്പോൾ കയറാൻ നോക്കിയതാ, നടന്നില്ല. അങ്ങോട്ട് പോകാനുള്ള ബസ്സിലെ തിരക്കാ. ഇതാണ് ബസ്സിന്റെ ടൈമിംഗ്. ഫ്രം ഇഷ ടു ഗാന്ധിപുരം, ഫ്രം ഗാന്ധിപുരം ടു ഇഷ. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചത്. അപ്പോൾ ലാസ്റ്റ് ബസ് വന്നു. വെജാതി ഓട്ടാണ് ആൾക്കാർ. നമ്മളപ്പോൾ അടുത്ത ലാസ്റ്റ് ബസ് വിചാരിച്ചിങ്ങനെ നിൽക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഞങ്ങളിപ്പോൾ ബസ്സിനകത്താ. പക്ഷെ പുറത്തൊരു കാട്ടുപന്നി. ഞങ്ങൾ ഇത്ര സമയം അവിടെയൊക്കെ നിന്നോണ്ടിരുന്നതേ. അതിന് പുറകെ കൂടി ആള് പോകുന്നുണ്ടോ? എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു കോയമ്പത്തൂരെത്തി. ഗുഡ് ബൈ ഗൈസ്.